Hello friends, welcome back to my YouTube channel. ഓക്കെ, ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങളും? ഇപ്പം ഒരുപാട് പേർക്ക് ഇപ്പോൾ എങ്ങനെയാണ് സ്കിൻ കെയർ റുട്ടീൻസ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ ഇപ്പോഴും അറിഞ്ഞൂടാത്ത കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമുക്കൊരു ആഗ്നയോ അല്ലെങ്കിൽ ഒരു പിമ്പിൾസോ ഡാർക്ക്നെസ്സോ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനലിനെ ഒരു സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻസ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ സെറ്റിൻ്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലൈക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ജപ്പാൻ സ്കിൻ കെയർ സെറ്റാണ്. ഇതിൻ്റെ പേര് ജപ്പാൻ സക്കൂറ സ്കിൻ കെയർ സെറ്റാണ്. ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി കിറ്റാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോഴത്തേക്കും നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്തുള്ള 4 സ്റ്റെപ്പാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ്, നിങ്ങളിപ്പം നാട്ടിലാണെങ്കിൽ പോലും നാട്ടിലൊക്കെ ഒരുപാട് നല്ല അടിപൊളി ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഏതാണ് ബെറ്റർ വൺ എന്നുള്ളത് അത് ചൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു 4 സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ക്ലെൻസർ ആണ് കേട്ടോ. ക്ലെൻസർ വേണം നമ്മളുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാൻ. നമ്മുടെ ഫസ്റ്റ് ഒരു ബെറ്റർ ക്ലെൻസർ നമ്മൾ ചൂസ് ചെയ്യുക. ആ ക്ലെൻസർ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് കൂടിപ്പോയി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മതി. നല്ലതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് പതപ്പിക്കാം. ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും പാടില്ല. നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫേസിലേക്കൊന്ന് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സർക്കുലർ ഷേപ്പിൽ വേണം നമ്മൾ എപ്പോഴും വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും സർക്കുലർ ഷേപ്പിൽ മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ആവും. എങ്കിലും നമ്മുടെ സ്കിന്നിലൊക്കെ ഒന്ന് അബ്സോർബ് ആയിട്ട് ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 1 മിനിറ്റ് മതിയാവും കേട്ടോ. ഒരു 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കാം. അതിന് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയാണെന്നുള്ളത് നല്ല ഒരു ഓപ്പണിംഗ് ഫീൽ നമുക്ക് കിട്ടും. ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഒരു 1 മിനിറ്റ് മതിയാവും. അതിനുശേഷം നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ടവൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ഫേസിലേക്ക് ടവൽ കൊണ്ട് ഇങ്ങനെ മോപ്പ് ചെയ്യുന്നതൊക്കെ ആക്കാനൊന്നും പാടില്ല. ഡയറക്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പം നല്ലതുപോലെ ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ലൈക്കോവിൻ്റെ തന്നെ സെയിം പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ് ഞാൻ സെക്കൻഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ടോണർ യൂസ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3-4 ഡ്രോപ്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 3-4 ഡ്രോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന്
ഒരു 1 മിനിറ്റ് നമ്മുടെ ഫേസിൽ അതൊന്ന് അബ്സോർബ് ആവുന്നത് വരെ നമ്മളിത് അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടോണറാണ്. നല്ലൊരു ബെറ്റർ ടോണർ യൂസ് ചെയ്യുന്നതാണ്. ഒരു 1 മിനിറ്റ് ഇതുപോലെ നമ്മൾ ഒരു 1 മിനിറ്റ് നമ്മൾ ടോണർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ട് വരും. ഒരു ഫീൽ വരും. ആ ഓപ്പണിംഗ് ഇത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്രീം, നല്ലൊരു എസെൻഷ്യൽ ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, സ്കിന്ന് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ക്രീം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെയാണ് ഒരു ക്രീം എടുത്തിരിക്കുന്നത്. കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് കൊണ്ടുപോകുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് മതിയാകും. നമ്മുടെ ഒരു ജെന്റലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണം കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു സ്മൂത്ത് സ്കിന്നായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ തേർഡ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ എസെൻഷ്യൽ ക്രീം യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴായാലും നമുക്ക് ഈ ഒരു സൺസ്ക്രീം എന്ന് പറയുന്നത് മസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ സൺസ്ക്രീമാണ്. ഇതിനകത്ത് വൈറ്റ് കാസ്റ്റിംഗ് ഒന്നും അങ്ങനെ അധികമായിട്ടില്ല. നമ്മളെപ്പോഴും ഒരു സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. സൺസ്ക്രീം എന്ന് പറയുന്നത് സൺസ്ക്രീൻ മസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് സൺസ്ക്രീം എടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു സർക്കുലർ പോർഷനിൽ വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എപ്പോഴും നല്ലൊരു ഗുഡ് സ്മെല്ലിംഗ് ആണ് കേട്ടോ. ഒരു ഈവൻ ഫ്രഷ് സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി സൺസ്ക്രീമും കൂടെ യൂസ് ചെയ്യും. ഇതാകുമ്പോൾ ഇത് ലൈറ്റ് വെയ്റ്റിംഗ്, UV പ്രൊട്ടക്റ്റഡ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീമാണ് കേട്ടോ. അങ്ങനെയുള്ള സൺസ്ക്രീം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്കൊരു മേക്കപ്പ് ചെയ്ത പോലെയുള്ളൊരു ഫീലൊന്നും നമുക്ക് ഫീൽ ചെയ്തത്, നമുക്കൊരു നാച്ചുറൽ ഗ്ലോയും നാച്ചുറൽ സ്കിൻ കെയർ പോലെ ഒരു ഗ്ലോയി സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 4 സ്റ്റെപ്പ് വേണം നിങ്ങൾ മെയിനായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബെറ്റർ സ്കിൻ ടോൺ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഈവൻ ടോൺ എനിക്ക് കിട്ടി, നല്ലൊരു ഫീലുണ്ട്, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ കൂടെ ആ ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയും കൂടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ.